പോലെയല്ല. ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ള കുറേയധികം ആളുകളുടെ സംസാര വിഷയം ഓഹരി വിപണിയും മ്യൂച്വൽ ഫണ്ടുമാണ്. ബാങ്കിലെ സ്ഥിര നിക്ഷേപത്തെക്കാൾ കുറച്ചുകൂടി നല്ല ആദായം കിട്ടാൻ മ്യൂച്വൽ ഫണ്ടുകളിൽ SIP ചെയ്യുന്ന സാധാരണക്കാരുടെ എണ്ണം കേരളത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് വിപണിയിൽ വലിയ ചില മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. സെബി പുതിയ ചില വാതിലുകൾ തുറന്നു കൊടുത്തതോടെ പുത്തൻ നിക്ഷേപ വഴികളുമായി എത്തുകയാണ് ഫണ്ട് കമ്പനികൾ. സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക പദപ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ചെറിയൊരു പേടി തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ പുതിയ മാറ്റമെന്നും ഒരു തുടക്കക്കാരനെ ഇത് എങ്ങനെയൊക്കെ ബാധിക്കുമെന്നും വളരെ ലളിതമായ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നിലവിൽ ലഭ്യമായി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഇപ്പോൾ പരമ്പരാഗത ഫണ്ടുകളിൽ നിന്ന് മാറി വ്യത്യസ്തവും പ്രത്യേകതയുള്ളതുമായ പുതിയ പദ്ധതികൾ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി ഈയിടെ കൊണ്ടുവന്ന പുതിയ ചട്ടങ്ങളാണ് ഇത്തരം നീഷ ഓഫറിംഗിന് വഴിയൊരുക്കിയിരിക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ടിരുന്നത് ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് എന്നിങ്ങനെയുള്ള സ്ഥിര മ്യൂച്വൽ ഫണ്ട് രീതികളായിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേക മേഖലകളെയും പ്രത്യേക നിക്ഷേപ തന്ത്രങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഫണ്ടുകളാണ് ഇപ്പോൾ വിപണിയിലേക്ക് എത്തുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് സെബി അവതരിപ്പിച്ച സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ അഥവാ SIF എന്ന പുതിയ അസറ്റ് ക്ലാസ്. സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾക്കും വലിയ പണക്കാർ നിക്ഷേപിക്കുന്ന പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകൾക്കും ഇടയിലുള്ള ഒരു വിടവ് നികത്താനാണ് സെബി ഈ പുതിയ വിഭാഗം രൂപീകരിച്ചിരിക്കുന്നത് എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. PMS നിക്ഷേപങ്ങൾക്ക് കുറഞ്ഞത് 50 ലക്ഷം രൂപ വേണമെന്നിരിക്കെ SIF ഫണ്ടുകളിൽ 10 ലക്ഷം രൂപ മുതൽ നിക്ഷേപിക്കാൻ സാധിക്കും. സാധാരണക്കാർക്ക് 10 ലക്ഷം രൂപ എന്നത് വലിയ തുകയാണെങ്കിലും ഇടത്തരം സമ്പന്നരും കുറച്ചുകൂടി പരിചയസമ്പന്നരായ നിക്ഷേപകരെയും ലക്ഷ്യമിട്ടാണ് കമ്പനികൾ ഇത്തരം ഫണ്ടുകൾ രൂപീകരിക്കുന്നത്. പരമ്പരാഗത മ്യൂച്വൽ ഫണ്ടുകൾക്ക് നിയമപരമായി ചെയ്യാൻ കഴിയാത്ത ചില പ്രത്യേക ട്രേഡിംഗ് തന്ത്രങ്ങളും ഫണ്ട് മാനേജർമാർക്ക് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഇത് കൂടുതൽ ആദായം നൽകാൻ സാധ്യതയുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള വിപണി സാധ്യതകളും റിസ്കുകളും ഇതിലുണ്ട്. ഇതിനു പുറമെ സാധാരണക്കാരായ ചെറിയ നിക്ഷേപകർക്ക് ഗുണം ചെയ്യുന്ന നിരവധി മാറ്റങ്ങളും സെബിയുടെ പുതിയ പരിഷ്കാരങ്ങളിലുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ലൈഫ് സൈക്കിൾ ഫണ്ടുകൾ എന്ന പുതിയ മ്യൂച്വൽ ഫണ്ട് വിഭാഗം. നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും അനുയോജ്യമായ രീതിയിൽ കൃത്യമായ കാലാവധി ലക്ഷ്യമിട്ട് നിക്ഷേപിക്കാൻ സഹായിക്കുന്ന ഫണ്ടുകളാണിവ. കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, റിട്ടയർമെന്റ് തുടങ്ങിയ ആവശ്യങ്ങൾക്ക് പണം സ്വരൂപിക്കാൻ തുടക്കക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാവുന്ന വഴികളാണിത്. മറ്റൊരു പ്രധാന മാറ്റം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾക്ക് സ്വർണം, വെള്ളി, ഇൻവിറ്റുകൾ എന്നിവയിൽ നിക്ഷേപിക്കാൻ സെബി നൽകിയ അനുമതിയാണ്. മുമ്പൊക്കെ ഓഹരി വിപണി ഇടിയുമ്പോൾ ഫണ്ട് മാനേജർമാർക്ക് പണം വെറുതെ കയ്യിൽ വെക്കേണ്ടി വന്നിരുന്നു. എന്നാൽ പുതിയ ചട്ടപ്രകാരം ഫണ്ടിന്റെ ബാക്കി വരുന്ന തുകയിൽ ഒരു ഭാഗം സ്വർണത്തിലോ വെള്ളിയിലോ നിക്ഷേപിച്ച് നഷ്ടസാധ്യത കുറയ്ക്കാനും ലാഭം വർദ്ധിക്കാനും മാനേജർമാർക്ക് സാധിക്കും എന്ന് സെബി സർക്കുലർ വ്യക്തമാക്കുന്നു. കടപ്പത്രങ്ങളിൽ നിക്ഷേപിക്കുന്ന ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളിലും പുതിയ സെക്ടർ ഡെപ്റ്റ് ഫണ്ടുകൾ എന്ന വിഭാഗം സെബി കൊണ്ടുവന്നിട്ടുണ്ട്. ബാങ്കിംഗ്, ഊർജം, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ പ്രത്യേക മേഖലകളിലെ കമ്പനികളുടെ ബോണ്ടുകളിൽ മാത്രം നിക്ഷേപിക്കുന്ന രീതിയാണിത്. അതായത് ഫണ്ട് ഹൗസുകൾക്ക് ഇനി മുതൽ ഒരേ മാതൃകയിലുള്ള ഫണ്ടുകൾക്ക് പകരം ഓരോ നിക്ഷേപകന്റെയും പ്രത്യേക ആവശ്യങ്ങൾക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള വെറൈറ്റി ഫണ്ടുകൾ വിപണിയിൽ എത്തിക്കാൻ കഴിയും. ഇനി മ്യൂച്വൽ ഫണ്ടിലേക്ക് പുതുതായി കാൽകുത്തുന്ന ഒരാൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. വിപണിയിൽ പുതിയ പേരുകളിൽ നിരവധി ഫണ്ടുകൾ വരുമ്പോൾ കണ്ണും പൂട്ടി അതിലെല്ലാം പണം കൊണ്ടിടരുത് എന്നാണ് മുതിർന്ന സാമ്പത്തിക ഉപദേഷ്ടാക്കൾ മുന്നറിയിപ്പ് നൽകുന്നത്. ഏതൊരു പുതിയ NFO വരുമ്പോഴും ആ ഫണ്ട് എന്തിലാണ് നിക്ഷേപിക്കുന്നതെന്നും അതിന്റെ റിസ്ക് എത്രത്തോളമാണെന്നും കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം. തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായ നിക്ഷേപ തന്ത്രങ്ങളുള്ള ഫണ്ടുകളേക്കാൾ നല്ലത് ലളിതമായ ഇൻഡെക്സ് ഫണ്ടുകളോ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളോ തിരഞ്ഞെടുക്കുന്നതാണ്. വിപണിയിലെ പുതിയ നീശ ഫണ്ടുകൾ പലപ്പോഴും പ്രത്യേക മേഖലകളെ മാത്രമായിരിക്കും ആശ്രയിക്കുന്നത്. അതിനാൽ ആ മേഖല തളരുമ്പോൾ ഫണ്ടിന്റെ മൂല്യവും ഇടിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വന്തം സാമ്പത്തിക ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മാത്രം പുതിയ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക. മാത്രമല്ല, മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ പൂർണ്ണമായും വിപണിയിലെ അപകട സാധ്യതകൾക്കും നഷ്ടസാധ്യതകൾക്കും വിധേയമാണെന്ന കാര്യം ഒരിക്കലും മറക്കരുത്. പരസ്യങ്ങളിലും മറ്റും കാണുന്ന ആകർഷകമായ പേരുകൾ കേട്ട് മാത്രം നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. സെബിയുടെ പുതിയ നിയമങ്ങൾ നിക്ഷേപകർക്ക് കൂടുതൽ സുരക്ഷിതത്വവും സുതാര്യതയും നൽകുന്നുണ്ടെങ്കിലും ലാഭനഷ്ടങ്ങൾ വിപണിയുടെ ഗതിക്കനുസരിച്ചായിരിക്കും എന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു.
ചുരുക്കത്തിൽ പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് വിപണി ഇപ്പോൾ കൂടുതൽ ജനകീയവും വൈവിധ്യപൂർണവുമായി മാറുകയാണ്. ഒരു ചായക്കടയിലെ മെനു കാർഡിൽ പതിവ് ചായക്കും കാപ്പിക്കും പുറമെ പുതിയ പലഹാരങ്ങളും പാനീയങ്ങളും എത്തുമ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നത് പോലെയാണ് ഇപ്പോഴുള്ള അവസ്ഥ. എന്നാൽ നമ്മുടെ ആരോഗ്യത്തിനും പോക്കറ്റിനും ഇണങ്ങുന്നത് മാത്രം തിരഞ്ഞെടുക്കുന്നതാണ് ബുദ്ധി. വരും മാസങ്ങളിൽ ഇന്ത്യയിലെ പ്രമുഖ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളെല്ലാം തന്നെ ഇത്തരം പുതിയ NFOകളുമായി വിപണിയിൽ സജീവമാകും. പുതിയ നിക്ഷേപ സാധ്യതകൾ തുറക്കുന്നത് സാധാരണക്കാരുടെ സമ്പാദ്യശീലങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കും. എങ്കിലും ഏത് പുതിയ ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോഴും ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഉപദേശം തേടിയ ശേഷം മാത്രം SIP ആരംഭിക്കുന്നതാണ് നിങ്ങളുടെ പണത്തിന് ഏറ്റവും സുരക്ഷിതം.